ഹായ് ഫോക്സ്, എല്ലാവർക്കും എസ് കെ റാൻസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ആഴ്ച എനിക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾബി സിനിമാസ് പൂനെയിൽ ഉദ്ഘാടനം കഴിഞ്ഞത്. അത് കാണാനും അവിടെ അത്യാവശ്യം 2 പടം കാണാനും കുറച്ച് ക്ലിപ്സൊക്കെ കണ്ടതിൻ്റെ ഒരു ഡെമോ ഒക്കെ കാണാനും ഉള്ളൊരു ചാൻസ് കിട്ടിയിരുന്നു. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കംപ്ലീറ്റ് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. This is Dolby Cinema. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോൾബി സിനിമാസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോൾബി സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ഡോൾബി സറൗണ്ട് സിസ്റ്റം, ഇതിനെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ എല്ലാ തിയേറ്ററിലും ഇപ്പോൾ ഇംപ്ലിമെൻറ്റഡ് ആണ് ഈ ഡോൾബി സിസ്റ്റം. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഓൾമോസ്റ്റ് ഓൾ തിയേറ്റേഴ്സിൽ ഡോൾബി സിസ്റ്റം അറ്റ്ലീസ്റ്റ് 5.1, 7.1 അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് ആ ശബ്ദം അല്ലെങ്കിൽ ആ സറൗണ്ട് മാത്രം അല്ല. ഡോൾബി സിനിമ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറൊരു വൈബാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഡോൾബി വിഷൻ ഉപയോഗിച്ചിട്ടുള്ള ഹൈ ഡൈനാമിക് റേഞ്ചിലുള്ള സിനിമ പ്രൊജക്ഷൻ സിസ്റ്റം അതാണ്. ഇപ്പം നമുക്കിവിടെ യൂഷ്വലി HDR അല്ലെങ്കിൽ ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഗ്രേഡിംഗ് സ്റ്റാൻഡേർഡ്. അത് വെച്ച് നോക്കുമ്പോൾ ഡോൾബി വിഷൻ വളരെയധികം വ്യത്യാസമുണ്ട് ഇതിനകത്ത്. കാരണം യൂഷ്വലി ഒരു 10 ബിറ്റ് വരെയൊക്കെ ആണ് HDR10, HDR10ൻ്റെ ഒരു കളർ ഡെപ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡോൾബി വിഷൻ ഒരു 12 ബിറ്റ് വരെ അതിൻ്റെ കിട്ടും കളർ ഡെപ്ത്. അതേപോലെ തന്നെ മാക്സിമം വരുന്ന ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒരു 4000 നിറ്റ് വരെ, മറ്റേ HDR10ൻ്റെ 1000 നിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 4000 നിറ്റ് വരെയൊക്കെ പോകും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ മറ്റേ സീൻ ബൈ സീനുള്ള ഇതിൽ ഇപ്പോൾ മെറ്റാഡേറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സീനിലും അതിൻ്റെ കളർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീനിനനുസരിച്ചുള്ള മെറ്റാഡേറ്റ അനുസരിച്ച് ഇതിന് കളർ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ളൊരു കളർ ഫോർമാറ്റ് ആണ്. അപ്പോൾ അത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അലോങ് വിത്ത് നമ്മുടെ അറ്റ്മോസ് സിസ്റ്റം. അറ്റ്മോസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ വേറെ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ, പക്ഷേ ഇവിടെ ഡോൾബിയുടെ തന്നെ സ്പീക്കർ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ തന്നെ സ്പീക്കേഴ്സും പിന്നെ സബ് വൂഫർ, അവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള സബ് വൂഫർ അതൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ എൻജിനീയേഴ്സ് വന്നിട്ട് ഭയങ്കര പിൻ പോയിന്റ് ആയിട്ട് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് സാധാരണ വേറെ സ്ഥലത്ത് അറ്റ്മോസിൻ്റെ കിട്ടിയ എഫക്റ്റിനേക്കാളൊക്കെ കൂടുതലായിട്ട് എനിക്കിത് തോന്നി, അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ട തിയേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് വേറിട്ട് നിൽക്കുന്നതാണ്. ഈ സിനിമയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബാക്കി തിയേറ്ററിൽ കാണുന്ന പോലെയല്ല. ഇവിടെ ഒരു ഡബിൾ ഡോറുള്ളൊരു എൻട്രൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടണൽ പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതിപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ഒരു കംപ്ലീറ്റ് കറുത്ത വാളും കളറിങ്ങും വെച്ചിട്ടുള്ള ഒരു ടണൽ, ഡോൾബി സിനിമ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ടണലാണ്. അപ്പോൾ അതുവഴി നമ്മൾ എൻ്റർ ചെയ്തിട്ട് പിന്നെ വേറൊരു എൻട്രൻസ് ഡോറ് തിയേറ്ററിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ഡോറാണല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ലൈറ്റ്, കളർ ബ്ലീഡ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലീഡ് അകത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ടണൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് പുറം രാജ്യങ്ങളിലൊക്കെ ഡോൾബിയുടെ തന്നെ ബ്രാൻഡിങ്ങിൻ്റെ കൂടെ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് അവിടെ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് ഇവിടെ ഇല്ലായിരുന്നു, ഈ പൂനെയിലുള്ള സ്ക്രീനിലില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ എസ്തെറ്റിക്സ് ഒക്കെ ഏകദേശം നമുക്ക് ആ ഒരു ഫീല് പുറത്തുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് ഇവിടെയും കിട്ടി. അകത്ത് സ്ക്രീനിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചെയർ സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മറ്റേ കറുത്ത തുണി വെച്ചിട്ട് ഉള്ളൊരു കവറിങ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ കറുത്ത ചെയർ, കറുത്ത തുണി വെച്ചിട്ടുള്ള കവറിങ്, അതേപോലെ തന്നെ സീലിങ്ങും പിന്നെ സൈഡ് വാള് ഇതെല്ലാം കറുത്ത കളറാണ്. ബാക്കിലുള്ള വാളും കറുത്ത തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈവൻ നമ്മുടെ നടക്കാനുള്ള റാമ്പ് അതും കംപ്ലീറ്റ് കറുത്ത കളറിലാണ്. അപ്പോൾ ചെറുതായിട്ടൊരു മറ്റേ ഡയറക്ഷൻ കാണിക്കാനുള്ള ലൈറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കറുത്ത കളറിലാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, നമ്മൾ പടം കാണുമ്പോൾ ആ ഒരു സിൽവർ സ്ക്രീനിനകത്ത് ജസ്റ്റ്
ആ സ്ക്രീൻ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ കാണുള്ളൂ. വേറെ ഒരു കളർ ബ്ലീഡിങ് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഇവിടെ വരുന്നില്ല. പിന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ലൈറ്റ് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം തന്നെ അത്രയും ഇമ്മേഴ്സീവ് ആയിട്ടുള്ള, അത്രയും കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി സ്ക്രീനിനെ പറ്റി പറയാനാണെങ്കിൽ ഏകദേശം ഒരു 55 അടി നീളം, അതേപോലെ തന്നെ ഒരു 26 അടി ഉയരം. അതാണ് അതിൻ്റെ ഒരു ഏകദേശ കണക്കാണിത്. പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സൈസ്. യൂഷ്വലി നമ്മൾ സാധാരണ ചെറിയ സിംഗിൾ സ്ക്രീൻ അല്ലെങ്കിൽ ചെറിയ സ്ക്രീൻ മൾട്ടിപ്ലക്സിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ വലിയ സ്ക്രീനാണ്. പക്ഷെ എന്നിട്ട് ഐമാക്സിൻ്റെ അത്രയും സൈസ് വരുന്നില്ല. ഇവിടുത്തെ ആസ്പെക്ട് റേഷ്യോ കൊടുത്തിരിക്കുന്നത് യൂഷ്വലി നമ്മൾ അത്ര കണ്ടുവരാത്തൊരു ആസ്പെക്ട് റേഷ്യോ ആണ്. അതൊരു 2.1:1 എന്നുള്ളൊരു ആസ്പെക്ട് റേഷ്യോ ആണ്. ഒരു ഹൈബ്രിഡ് റേഷ്യോ ആണിത്. ഇത് നമ്മുടെ യൂഷ്വലി ഉള്ള ഫ്ലാറ്റ് സ്കോപ്പ് അതിനിടയിലുള്ള ഒരു റേഷ്യോ ആണ്. അതേപോലെ തന്നെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ താഴെ ഫ്ലോർ ടു സീലിംഗ് ആയിട്ടുള്ള സ്ക്രീൻ അല്ല, ഒരു താഴേന്ന് കുറച്ച് മുകളിലേക്ക് സ്പേസ് വിട്ടിട്ട് അവിടുന്ന് സീലിംഗ് വരെയുള്ള ഒരു സ്ക്രീനാണ്. പക്ഷേ സൈഡ് നോക്കുകയാണെങ്കിൽ ലെങ്ത് വൈസ് ഒരു വോൾ ടു വോൾ ആയിട്ടുള്ളൊരു സ്ക്രീനാണ് ഇവിടെ. പിന്നെ ഇപ്പോൾ വേറെ 2.39:1 അല്ലെങ്കിൽ 1.85:1 റേഷ്യോയിലൊക്കെ ഉള്ളൊരു പടങ്ങൾക്ക് ഒരു ചെറിയ ബ്ലാക്ക് ബാർ യൂഷ്വലി ഉണ്ടാവാറുണ്ട്. പിന്നെ ഡ്യുവൽ ലേസർ 4K പ്രൊജക്ടറാണ് ഇതിൻ്റെ. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിസ്റ്റിയുടെ ഡ്യുവൽ ലേസർ 4K പ്രൊജക്ടറാണ്. കംപ്ലീറ്റ്ലി ഡോൾബി വിഷൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊജക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ HDR 120 FPS വരെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ FPS എന്ന് പറയുമ്പോൾ ഫ്രെയിംസ് പെർ സെക്കൻഡ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് മാക്സിമം 108 നിറ്റ്സ് വരെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടർ റേഷ്യോ അല്ലെങ്കിൽ പ്രൊജക്ടറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 31 ഫൂട്ട് ലാംബർട്ട് വരെ അതിൻ്റെ ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഡോൾബിയുടെ ടീം തന്നെ പറഞ്ഞു തന്ന കുറേ ഇൻഫർമേഷനാണ് ആ മറ്റേ ഡെമോയുടെ ടൈമിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വിഷ്വൽ ബ്രില്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡോൾബി അറ്റ്മോസ് സെറ്റപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂഷ്വൽ സെറ്റപ്പിനേക്കാളും വേറെ സ്ക്രീനിലൊക്കെ കണ്ടിട്ടുള്ള സെറ്റപ്പിനേക്കാളും കൂടുതൽ പിൻ പോയിന്റ് ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഇതിന് കിട്ടിയിരുന്നു. കാരണം ഈ സ്പീക്കറൊക്കെ ഈ പറഞ്ഞ കറുത്ത വാൾ അല്ലെങ്കിൽ കറുത്ത സീലിംഗ് അതിൻ്റെ പുറകിലായിട്ട് കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതിൻ്റെ സ്പീക്കേഴ്സ്. അപ്പോൾ നമുക്ക് ആ പുറത്ത് കണ്ട് അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ എൻജിനീയേഴ്സ് ഇതിന് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര ഇമേഴ്സീവായിട്ട്, ഭയങ്കര സ്പേഷ്യൽ നാവിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഓരോ ഇപ്പോൾ ഹെലികോപ്റ്ററൊക്കെ പറക്കുന്ന സീനാണെങ്കിൽ അത് കറക്റ്റ് സീലിംഗ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ അത് ഏത് ഡയറക്ഷനിൽ കൂടെ പോകുന്നുണ്ടോ അത് ക്ലീനായിട്ട് നമുക്ക് ഒരു സ്പേഷ്യൽ അവയർനെസ്സിൽ കൂടെ മനസ്സിലാവും. അത് ഇത്രയും ബെസ്റ്റായിട്ട് ഞാൻ വേറെ സ്ക്രീനിൽ കണ്ടിട്ടില്ല. ഇനി നമുക്ക് ഈ തിയേറ്ററിലുള്ള സീറ്റിനെ കുറിച്ച് നോക്കാം. ഇവിടെയുള്ള സീറ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു റിക്ലിനേഷനൊക്കെ തരുന്ന ഒരു സീറ്റാണ്. ഈ സ്ക്രീൻ ഓപ്പൺ ആയത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഈ വെള്ളിയാഴ്ച, അതായത് ജൂലൈ 4-ാം തീയതിയാണ് ഓപ്പൺ ചെയ്തത്. ഇനോഗ്രൽ ആയിട്ട് ജുറാസിക് വേൾഡ് റീബർത്തിൻ്റെ ഷോസ് ബുക്ക് ചെയ്യാൻ ആയിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വ്യാഴാഴ്ച രാവിലെ ഇവിടെ ഈ സ്ക്രീനിലെത്തി. വ്യാഴാഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഈ ഡോൾബി ടീം തന്ന ഒരു ഡെമോ ഷോ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതിൽ നിന്നാണ് ഇത്രയൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയത്. അതേപോലെ തന്നെ കുറേ ക്ലിപ്സ്, ഒരു 10 ക്ലിപ്സോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇതിനകത്ത്. ഈ ഡെമോയുടെയൊക്കെ കൂടെ തന്നെ അന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നമ്മുടെ ഇപ്പോൾ റിലീസായിട്ടുള്ള F1, ബ്രാഡ് പിറ്റിൻ്റെ F1 മൂവി, അതിൻ്റെ ഒരു ഷോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതിനു മുമ്പ് ഇവിടെ ഐമാക്സ് ബാംഗ്ലൂർ 2K Xenon ഐമാക്സിൽ കണ്ടിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റി ഡിഫറൻസ് ആണ് തോന്നിയത്. ഒന്നാമത് ഇത് 2K സ്ക്രീനാണ് ഇവിടെ കണ്ടത്. പക്ഷെ ഇവിടെ ഈ 4Kനകത്ത് അതും ഡോൾബി വിഷൻ കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിരുന്നു. ഭയങ്കര ഡാർക്കർ ബ്ലാക്ക്, അതേപോലെ തന്നെ ബ്രൈറ്റർ സീൻസ്. അത് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ശരിക്കും ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു ആ പടത്തിന്. പിന്നെ അതേപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ, ദാറ്റ് ഈസ് ഫ്രൈഡേ, ജുറാസിക് വേൾഡ് റീബർത്തിൻ്റെ 3D ഷോ കണ്ടിരുന്നു. അപ്പോൾ 3D നല്ല ക്ലിയർ ആയിരുന്നു. ഈ പടം പിന്നെ ഫിലിമിൽ എടുത്തതാണ്. അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റെ ഒരു ചെറിയ ഗ്രെയിനി ടെക്സ്ചർ ഉണ്ടായിരുന്നു. ഈ പടത്തിന് പക്ഷേ 3D ആയതുകൊണ്ട് തന്നെ 2D DCP ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഫുൾ ക്ലാരിറ്റി അത്രയ്ക്ക് അങ്ങ് അറിയാൻ പറ്റിയില്ല. അതൊരു 4K
3D അല്ലാതെ 4K ആയിട്ടുള്ള വെർഷൻ ആയിരുന്നെങ്കിൽ ഇനിയും അടിപൊളിയായിരുന്നു ഇരുന്നേനെ എന്നൊരു തോന്നൽ. നമ്മുടെ ഇന്ത്യയിൽ ഓവറോൾ 6 സ്ക്രീനാണ് ഓപ്പൺ ആവുന്നത്. അതിലൊരെണ്ണം ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയി. ഇനി 2 നമ്മുടെ കേരളത്തിൽ തുറക്കാൻ പോകുന്നുണ്ട്. ഈ വർഷം അടുത്ത വർഷമായിട്ട് അടുത്ത വർഷം ബിഗിനിങ്ങിനുള്ളിൽ തുറക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഒന്ന് കൊച്ചിയിലാണ് ഓപ്പൺ ആവുന്നത്, മറ്റൊന്ന് ഉള്ളിക്കൽ കണ്ണൂർ ആണ് തുറക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂർ ഒരു സ്ക്രീൻ വരുന്നുണ്ട്, അത് ഈ വർഷം പ്രോബ്ലി ഓപ്പൺ ആവും. പിന്നെ ഹൈദരാബാദിൽ ഒരെണ്ണം വരുന്നുണ്ട്, അത് സ്ക്രീൻ സൈസ് പ്രകാരം കുറച്ചും കൂടി വലുതായിരിക്കും എന്നാണ് കേട്ടത്. അതേപോലെ തന്നെ ട്രിച്ചിയിലും ഒരു ഡോൾബി സിനിമ സ്ക്രീൻ ഓപ്പൺ ആവുന്നുണ്ട്. ഡോൾബി സിനിമ വർത്താണോ പോയി കാണാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ്. കാരണം ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിന് കിടപിടിക്കാൻ പറ്റുന്ന ഒരു മോഡലല്ല. ഇത് തിയേറ്ററിൽ തന്നെ പോയി, ഈ സ്പെസിഫിക് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. അത് വേറെ പറഞ്ഞ ഒരു പരിധി വരേക്ക് മനസ്സിലാവുള്ളൂ, പക്ഷെ അത് പോയി കണ്ടറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഇവിടെ കിട്ടുന്ന ആ ഒരു HDRൻ്റെ ആ ഒരു പോപ്പ്, അല്ലെങ്കിൽ പിന്നെ ആ 3D ഡെപ്തും ബ്രൈറ്റ്നെസ്സും, ഇതെല്ലാം നമുക്ക് വേറെ സാധാരണ നമ്മുടെ ഇവിടെ ഹോം മീഡിയയിലോ അല്ലെങ്കിൽ വേറെ തിയേറ്ററിലോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ് സൗണ്ടും ഇതിൻ്റെ പ്രിസിഷനും ഇവരത് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ആ ഒരു സെറ്റപ്പൊക്കെ അൺമാച്ചബിൾ ആണ്. അറ്റ്ലീസ്റ്റ് ഇതുവരെ ഞാൻ കണ്ട സെറ്റപ്പുകളിൽ വെച്ചിട്ട് അൺമാച്ചബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തേക്ക് പുനെയിലുള്ള ഈ സിറ്റി പ്രൈഡ് മൾട്ടിപ്ലക്സിലെ ഈ ഡോൾബി സിനിമാസ് പോയി കാണുകയും അതിന് നല്ല പടം, അത് ഏതാണ് പടം നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് നല്ല HDR അല്ലെങ്കിൽ ഡോൾബി വിഷൻ ഗ്രേഡിങ് കിട്ടിയ നല്ലൊരു പടം പോയി ഇവിടെ കാണുകയാണെങ്കിൽ അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോയി ഈ സ്ക്രീനൊന്ന് കാണുക. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പീസ്.